അവധിക്കാലത്ത് യാത്രക്കാരെ പിഴിഞ്ഞ് വിമാന കമ്പനികൾ. ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വരുന്ന യാത്രക്കാരിൽ നിന്നും ടിക്കറ്റ് നിരക്കിൽ ഈടാക്കുന്നത് വൻ തുകയാണ്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, ക്രിസ്മസ് പുതുവത്സര അവധികൾക്കായി നാട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്നവർക്കാണ് ഇത്തരത്തിൽ ടിക്കറ്റ് നിരക്ക് ഒരു തിരിച്ചടി തന്നെയാകില്ലേ ഫൈസൽ? തീർച്ചയായും കാർത്തു, ഏതായാലും മലയാളികളെ പിഴിയുക തന്നെയാണ് ടിക്കറ്റ് വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത്. അതായത് ഡൽഹിയിൽ നിന്നും മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് കോഴിക്കോടേക്കും കൊച്ചിയിലേക്കും അതുപോലെ തിരുവനന്തപുരത്തേക്കും ഉൾപ്പെടെയുള്ള വിമാന ടിക്കറ്റ് നിരക്ക് നോക്കുകയാണെങ്കിൽ വലിയ തുക എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സാധാരണ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നോക്കുകയാണെങ്കിൽ 4000 സംതിങ്, അത്ര 4769 രൂപ ആ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 16,341 രൂപ വരെയാണ്. ഇപ്പോൾ ഈ അവധിക്കാലമായതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ വിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് നോക്കുകയാണെങ്കിൽ 4330 രൂപ വരെയൊക്കെയാണ് ഈ വിമാന കമ്പനികളുടെ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അത് 16,000-ലധികം രൂപ എത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബംഗളൂരുവിൽ നിന്നുമുള്ള യാത്രക്കാരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ സ്വകാര്യ അന്തർ സംസ്ഥാന ബസ്സുകളുടെ ഒരു പണിമുടക്ക് തുടരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക. അതുകൊണ്ട് തന്നെ ആ നിരക്കിലും കൂടുതൽ ഉയർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണ രീതിയിൽ 3000 മുതൽ 4000 രൂപ വരെയൊക്കെയാണ്, 10,000 രൂപയൊക്കെയാണ് ഇത്തരത്തിൽ ഫ്ലൈറ്റുകൾക്ക് ഈടാക്കുന്നത്. അവിടെ നോക്കുമ്പോൾ 16,000 അല്ലെങ്കിൽ 12,000 രൂപ ഒക്കെ, 12,332 രൂപ വരെയൊക്കെയാണ് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോടേക്കോ അല്ലെങ്കിൽ ബംഗളൂരുവിൽ നിന്നുമുള്ള ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത്. ഏതായാലും പുതുവത്സരം ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ എത്തുന്ന പ്രവാസികൾക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി എന്ന് തന്നെയാണ് ഈ വിമാന കമ്പനികളുടെ കുത്തനെയുള്ള നിരക്ക് കൂട്ടൽ എന്ന് പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ ടിക്കറ്റ് നിരക്ക്, അതായത് ഈ അന്തർ സംസ്ഥാന ബസ്സുകളുടെ ഈ ഓട്ടക്കുറവും ഈ സമരവും ഉൾപ്പെടെ ഇപ്പോൾ ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. മുഴുവനും സീറ്റും വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെയാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് മറികടന്ന് ഇപ്പോൾ സീറ്റ് കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്ക് കൂടി കൂട്ടുമ്പോൾ ആകെ ആശങ്കയിലാണ് യാത്രക്കാരെന്ന് പറയുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. കാരണം ഇത്തരത്തിൽ അവർക്ക് താങ്ങാനാവുന്നതിനപ്പുറമാണ് ഈ വിമാന കമ്പനികളുടെ നിരക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ട്രെയിനുകളിൽ സ്പെഷ്യൽ ട്രെയിനുകൾ ചിലപ്പോൾ ഓടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിലൊരു സമാധാനം ഉണ്ടാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ട്രെയിനുകളിൽ ഇപ്പോൾ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിനപ്പുറമാണ് സീറ്റ് കിട്ടാത്തൊരവസ്ഥയാണ് ട്രെയിനിലുള്ളത്. എല്ലാ സീറ്റും ബുക്കിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആശ്രയിക്കുക ഈ വിമാന കമ്പനികളെ തന്നെയായിരിക്കും. അപ്പോൾ വിമാന കമ്പനികൾ ഇത്തരത്തിൽ നിരക്ക് വരുത്തുമ്പോൾ അത് മലയാളികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി, അവധിക്കാലത്ത് യാത്രക്കാരെ പിഴിയുകയാണ് വിമാന കമ്പനികൾ. ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും അടക്കം വരുന്ന യാത്രക്കാരിൽ നിന്നും ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നതിൽ വൻ തുകയാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.